അരവത്ത് മട്ടയിങ്ങാനംകഴകം ശ്രീ പൂവാണംകുടി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി സർവമത സമ്മേളനം സംഘടിപ്പിച്ചു. മലപ്പുറം വണ്ടൂരിലെ ആഞ്ജനേയാശ്രമം ആചാര്യൻ സ്വാമി ഹനുമത് പാദാനന്ദ സരസ്വതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. അരവത്ത് മട്ടയിങ്ങാനംകഴകം ശ്രീ പൂവാണംകുടി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 22 മുതൽ നടന്നുവരുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് 5ാം ദിനമായ വ്യാഴാഴ്ച രാവിലെ സർവമത സമ്മേളനം നടത്തിയത്. മലപ്പുറം വണ്ടൂരിലെ ആഞ്ജനേയാശ്രമം ആചാര്യൻ സ്വാമി ഹനുമത് പാദാനന്ദ സരസ്വതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അനുഭവമുണ്ട്. പലപ്പോഴും പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ വേഷം നോക്കിയിട്ടും പേര് നോക്കിയിട്ടും കുറി നോക്കിയിട്ടും കൊന്ത നോക്കിയിട്ടും മുണ്ടെടുത്തത് ഇടത്തോട്ടാണോ നോക്കിയിട്ടും ഒക്കെ പെരുമാറുന്ന രീതിയിലുള്ള ഒരു പ്രവണത പല ദിക്കിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടാവാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ഐക്യം ഇവിടെ കാണുന്നു. ആ ഐക്യം ഞാൻ സൂചിപ്പിച്ചത് ഈ ഒരു സമ്മേളനത്തോടുകൂടി തീരരുത് എന്നുള്ള അപേക്ഷ മാത്രമാണ്. കാരണം വരും കാലഘട്ടത്തിലും വരും നാളുകളിലും ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതസൗഹാർദ്ദത്തിന്റെ നാട്ടിൽ നിന്നുള്ളത് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നു, മതങ്ങളല്ല സൗഹാർദ്ദത്തിൽ പെടേണ്ടത് മനുഷ്യരാണ്. കാരണം മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് മനനം ചെയ്യാൻ കഴിവുള്ളവനാണോ അവൻ മനുഷ്യനെന്നാണ്. അപ്രകാരത്തിൽ മനനം ചെയ്ത് അതിന്റെ സത്യത്തെ തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കും, ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി, ഒന്നേയുള്ളൂ, എന്റെ ഉള്ളിലുള്ളതും നിന്റെ ഉള്ളിലുള്ളതും അപ്പുറത്തുള്ളവന്റെയും ഇപ്പുറത്തുള്ളവന്റെയും പശുവിന്റെ ഉള്ളിലും പട്ടിയുടെ ഉള്ളിലും പൂച്ചയുടെ ഉള്ളിലും പുഴുവിന്റെ ഉള്ളിലുമുള്ളത് ഒരേ ഒരു ചൈതന്യമാണ് എന്നാണ് ഭാരതത്തിന്റെ സനാതനധർമ്മ സംസ്കൃതി നമ്മളെ പഠിപ്പിക്കുന്നത്. ചടങ്ങിൽ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ എ ദാമോദരൻ മധുരമ്പാടി അധ്യക്ഷനായി. ഹുസൈൻ ബിൽ അലി ജുമാ മസ്ജിദ് ചീഫ് ഇമാം അഷ്റഫ് ജൗരി എരുവാട്, ചെറുക്കള മാർത്തോമ ബദരവിദ്യാലയം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. നമ്മളുടെ ശാരീരികമായിരിക്കുന്ന ആവശ്യങ്ങൾക്കുപരിയായി ദൈവത്തെ കണ്ടുപിടിക്കാനുള്ള ത്വരയിലാണ് നോയമ്പിൻ്റെയും അനുഷ്ഠാനങ്ങൾ ആയിത്തീരേണ്ടത്. എപ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടുപിടിക്കുവാനിടയായിത്തീരുന്നോ, ദൈവത്തിൽ ലയിക്കുവാനിടയായിത്തീരുന്നോ, അതാണ് ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്ന കാര്യം എന്നുള്ളത്. അതുവരെയും നമ്മുടെ മനസ്സ് വളരെ ശൂന്യമായിരിക്കും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന വോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന കാര്യം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ശൂന്യതയിൽ ദൈവം വന്ന് നിറയുന്നതായിരിക്കുന്ന അവസ്ഥയാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന അവസ്ഥ. ഇന്നത്തെ തലമുറ മുഴുവനും സോഷ്യൽ മീഡിയയിലേക്ക്, ഫോണിലേക്ക്, മൊബൈലിലേക്ക് കേന്ദ്രീകരിച്ചു. സ്വന്തം ഉമ്മയെ അറിയുന്നില്ല, അയൽവാസികളെ അറിയുന്നില്ല, ജ്യേഷ്ഠാനുജന്മാർ ഒരു ബന്ധവുമില്ല. എന്നാൽ അങ്ങനെ ആവരുത്. മതസൗഹാർദ്ദത്തിന്റെ നാട്ടിൽ ഈ സ്നേഹത്തിന്റെ സദസ്സ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായി നമ്മുടെ പൂർവികന്മാർ ഉയർത്തിപ്പിടിച്ച് കാണിച്ച ഈ ഒരു സൗഹാർദ്ദവും സ്നേഹവും, ഇതാണ് റിയൽ കേരളം, ഇതാണ് യഥാർത്ഥ കേരളമെന്ന്, യഥാർത്ഥ ഇന്ത്യ എന്ന് ബോധ്യപ്പെടുത്തുന്ന നല്ല നല്ല ചിന്തകളും പ്രവൃത്തികളും നമ്മളിൽ നിന്ന് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും. ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ സി രാജൻ പെരിയ, സാജിദ് മുമ്പിൽ, വി സുകുമാരൻ, എ ദാമോദരൻ വടക്കുവീട്, ദാമോദരൻ പുതിയ വീട്, സുകുമാരൻ വാഴവടപ്പ് എന്നിവർ സംസാരിച്ചു. പി മാധവൻ സ്വാഗതവും മാധവൻ പാക്കം നന്ദിയും പറഞ്ഞു. മഹോത്സവത്തിന്റെ സമാപന സുദിനമായ വെള്ളിയാഴ്ച രാവിലെ 11:12 11:34 മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിലെ പരമപ്രധാനമായ ദേവപ്രതിഷ്ഠാകർമ്മം. ന്യൂസ് ബ്യൂറോ, ഉദുമ.